ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ഞാൻ ഇപ്പോൾ എടുക്കുന്ന എല്ലാ വ്ളോഗ് നോക്കിയാൽ ഡെയിലി വ്ളോഗായിരിക്കും. ഇൻ മൈ ലൈഫ്, അല്ലെ ഈവനിങ് വ്ളോഗ്, മോർണിംഗ് വ്ളോഗ്. എന്നാൽ ഒരു രാത്രിയിലുള്ളൊരു വ്ളോഗ് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ് കേട്ടോ, ഒരു രാത്രി വ്ളോഗാണ്. കണ്ടാൽ രാത്രി ആയെന്ന് തോന്നത്തില്ലെങ്കിൽ ഇപ്പം സത്യത്തിൽ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 7:45 സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ വെളിയിൽ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പോകുന്ന വഴിയിട്ട് ഞാൻ പറഞ്ഞുതരാമേ. ഇവിടെ ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഡേ ലൈറ്റ് സേവിങ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു കറൻ്റ്ലി ഈ മാർച്ച് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഒരു 8-8:15 വരെ തന്നെ നല്ല ഡേ ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി പോകെ കുറച്ചാൾ കഴിയുമ്പോൾ ഒരു ഏകദേശം ഒരു 9-9:30 വരെ രാത്രി നല്ല ഡേ ലൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ആണെങ്കിലും എല്ലാം കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആകും സമയം. ആൾക്കാർ വെളിയിൽ ഇറങ്ങുന്നതും കുറച്ചുകൂടെ സമയം കിട്ടും. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കാര്യം കൂടാണ് കേട്ടോ. പക്ഷേ അതേസമയം വിൻ്റർ ആയിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചാകും. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല ഇരുട്ടാവും. പിന്നെ നമുക്ക് എങ്ങും പോകാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാകും കേട്ടോ. അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഫ്ലോറിഡയിലായതുകൊണ്ട് ഇവിടെ അധികം സ്നോഫോൾ ഇല്ല. പക്ഷേങ്കിൽ അതുപോലെ ആയിരിക്കത്തില്ല ബാക്കി അമേരിക്കയിലുള്ള സ്ഥലങ്ങൾ, നല്ല സ്നോഫോൾ ആയിരിക്കും. അപ്പോൾ വിൻ്റർ സമയങ്ങളിൽ അവർക്ക് വെട്ടവും കുറവാണ്, നല്ല സ്നോഫോളുമാണ്, പുറത്തിറങ്ങാനും പറ്റാത്തൊക്കെ അവസ്ഥയായിരിക്കും. അതേസമയം ഈ ഒരു സമയങ്ങളിൽ ഡേ ലൈറ്റുള്ള സമയങ്ങളിൽ അവർക്ക് മാക്സിമം പുറത്തിറങ്ങാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനിയുള്ള സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയുന്നത്, വെക്കേഷൻ ആക്ടിവിറ്റീസൊക്കെ കൂടുതലുള്ള ഒരു സമയമായിരിക്കും. ഇനി വരുന്ന ഏപ്രിൽ, മെയ്, ജൂൺ ഒക്കെ കഴിയുമ്പോഴത്തേക്ക്. ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ മഴ അങ്ങനെയൊക്കെ വരും. ഫ്ലോറിഡയിലാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. അപ്പം ഒരു ഏകദേശം ഒക്ടോബർ, നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് കൊടുങ്കാറ്റ് തുടങ്ങും. പിന്നെ നമുക്ക് മഴ, കൊടുങ്കാറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും തണുപ്പായി തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയം മാക്സിമം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഓരോ ആക്ടിവിറ്റീസിൽ ഇറങ്ങണം. ആ ഒരു സമയമാണ് ഇത്. പ്രത്യേകിച്ച് ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ ഒരു ബീച്ചിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ കൂടുതൽ ബീച്ചസിൽ ആൾക്കാർ വരികയും കാര്യമൊക്കെ ചെയ്യുന്നത് ആ ഭാഗത്തായിരിക്കും. ഇപ്പോൾ എൻ്റെ ഏരിയയൊക്കെ നോക്കുകയാണെങ്കിൽ ബീച്ച് ഇല്ലാത്ത സ്ഥലമാണ് ഫ്ലോറിഡയിലെ. ഇവിടെ കൂടുതലെന്ന് പറഞ്ഞാൽ തീം പാർക്സ്, അതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ, കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ എപ്പോഴുള്ള ഒരു സ്ഥലമാണ്. ഒരു സ്ഥലമല്ല, ഒരു സാധനമായിരുന്നു മാംഗോ സ്റ്റിക്കി റൈസ്. എനിക്കൊന്ന് കുറേ പേര് കേട്ടിട്ടുണ്ടാവും, കുറേ പേര് കഴിച്ച് കഴിഞ്ഞിട്ടും ഉണ്ടാവും. അപ്പം അത് കഴിക്കണമെന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ഓരോ റീലൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കണമെന്ന് തോന്നുമല്ലോ. അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ പോയി കഴിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ്. ഇപ്പം ഇവിടുത്തെ സമയം കണ്ടു. ഇവിടുത്തെ സമയം ഇപ്പം കറക്റ്റെന്ന് പറഞ്ഞാൽ 7:45 കഴിഞ്ഞു. പക്ഷെ നല്ല വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 8:15 വരെ വെട്ടമുണ്ട്. അന്നേരം ഇത് കിട്ടണമെങ്കിൽ ഇതൊരു തായ് ഫുഡാണ്. അപ്പോൾ തായ് റെസ്റ്റോറൻറ്റിലെ ഇത് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു തായ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു ഡിന്നർ നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകാം കേട്ടോ. അപ്പം നമുക്ക് അവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഹായ്, ഇങ്ങോട്ട് നോക്കിയൊക്കെ ശരിക്കും കണ്ടില്ലമ്മ. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമുക്ക് പരിചയമില്ലാത്ത ഒരു ക്യുസീനിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് തായ് ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല തായ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള ആരുടെയും ചോദിക്കുക, ഇല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ നോക്കിയിട്ട് ഒരു ബെസ്റ്റ്, ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം ആദ്യം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഫ്ലേവറിൽ
നമുക്ക് ഏതൊക്കെ ഡിഷസ് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് ചെറുതായിട്ടൊന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് ഡിഷസ് കിട്ടും. ആ ഡിഷസ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നമ്മൾ ചൂസ് ചെയ്ത റെസ്റ്റോറൻറ്റ് റിവ്യൂസിനകത്ത് തന്നെ നമുക്ക് അതിനകത്ത് മെനു കാർഡ്സ് കാണും. അപ്പോൾ മെനു കാർഡ്സിൽ ആ നമ്മൾ പർട്ടിക്കുലറായിട്ട് നോട്ട് ചെയ്ത ആ ഡിഷസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ അതിൽ അവരെന്തൊക്കെയാണ് ചേർത്തേക്കുന്നത് അതൊക്കെ നമുക്ക് ഓക്കെ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്ന് ഒരു 5-6 എണ്ണം നമ്മൾ ചൂസ് ചെയ്ത് വെക്കുക. ഇത്രയും സംഭവം നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ പോകാവൂ. നമുക്ക് പരിചയമില്ലാത്ത ഒരു ക്യുസീനിലുള്ള റെസ്റ്റോറൻറ്റിൽ പോകാവൂ. കാരണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ചെന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മുടെ പൈസയും നമ്മൾ വേസ്റ്റ് ആവും. അപ്പോൾ അതിനു മുന്നേ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് അവിടെ പോയത്. ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്നാലും നമുക്ക് ചില ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാകത്തില്ല, നമ്മൾ ഇത്രയും നോക്കിയാലും. പക്ഷെ മാക്സിമം നമ്മളിതൊക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്ത് തായ് തനി സാമ്പിളർ കേട്ടോ. ഇതിനകത്തെ ആ ഒരു സ്റ്റിക്കിൽ വരുന്നത് ഒരു ചിക്കൻ ഡിഷാണ്. പിന്നെ റോളായിട്ട് വരുന്നത് എഗ്ഗും, പിന്നെ നമ്മൾ ആ മൊമ്മൂസിൻ്റെ ഫ്രൈഡ് മൊമ്മൂസ് പോലെ വരുന്നത് ഒരു പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടറായിരുന്നു കേട്ടോ. ചിക്കൻ്റെ സംഭവം നല്ല അടിപൊളിയായിരുന്നേ. എനിക്ക് ഇതിൽ 3 ഏറ്റവും ഇഷ്ടമായത് ചിക്കൻ്റെ ആയിരുന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. പിന്നെ റോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോള് കുറച്ച് ഓയിലി ആയിരുന്നു. അതിനകത്ത് കുറച്ച് ഓയിലിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കേട്ടോ. പിന്നെ മൊമ്മൂസിൻ്റെ സംഭവമാണെങ്കിൽ എനിക്കിഷ്ടമായി. മൊമ്മൂസും കുഴപ്പമില്ല, പ്രോൺസിൻ്റെ ആയിരുന്നേ, അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജ്യൂസൊക്കെയാണ് ഓർഡർ ചെയ്തത്. അത് ഒന്ന് കുഞ്ഞിനൊരു ഓറഞ്ച് ജ്യൂസും പിന്നെ അതുപോലെ തന്നെ പല പല ജ്യൂസസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ തായ് തനി അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഐസ്ഡ് കോഫിയാണ് ഓർഡർ ചെയ്തത്. അത് നല്ലതായിരുന്നു കേട്ടോ. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കോഫി അല്ല, ഐസ്ഡ് ടീ ആണ്. അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിരുന്നു. തണുപ്പും പക്ഷെ നമ്മുടെ ആ ടീയുടെ ഒരു മണം അങ്ങനെ ഉണ്ട്. അപ്പം ചിലവർക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. പക്ഷേങ്കിൽ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനിവിടെ ഇത് കാണിക്കുന്നതിന് ദേവ് അതുപോലെ അവളുടെ ഓരോ എക്സ്പ്രഷൻ കാണിക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. അടുത്തായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു സൂപ്പാട്ടോ. അതിൻ്റെ പേര് ടോം ഖാഗെ. ഇതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊരു നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ്റെ ഒരു സൂപ്പാട്ടോ. അതിനകത്ത് ലെമൺ ഗ്രാസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട്. പക്ഷേങ്കിൽ എനിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സംഭവം അതിനകത്ത് ചിക്കനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു സൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടേണ്ടത്. പക്ഷെ എനിക്ക് അതിനകത്തൊരു കൊപ്രയുടെ ഒക്കെ ഒരു മണം പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചിലപ്പോൾ വേറെ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനകത്ത് മഷ്റൂമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതിനകത്ത് കഷ്ണം എല്ലാം കഴിച്ചു, പക്ഷേങ്കിൽ സൂപ്പ് മാത്രം അത്ര കുടിച്ചില്ല കേട്ടോ. അപ്പം മോക്കും അതിൻ്റെ കഷ്ണമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം അതും അവളായിരുന്നു ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അടുത്തായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ സാധാരണ കഴിച്ചിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ, ഡ്രാഗൺ ചിക്കന്. അത് നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ സോസ് കുറച്ച് മധുരമുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് മധുരം ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ പൊതുവെ തായ് ഫുഡ് എല്ലാം നല്ല അധികം സ്പൈസി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ സ്പൈസ് വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു എരിവുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൊരു കുഴപ്പം. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അടുത്തത് ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിഷായിരുന്നു പഡ് തായ്. ഇത് ഒരു നൂഡിൽസ് ആണ്. അതിനകത്ത് ചെറുതായിട്ടൊരു സ്റ്റിർ ഫ്രൈ ചെയ്ത ഒരു നൂഡിൽസും പിന്നെ അതിനകത്ത് മുട്ടയുണ്ട്, പിന്നെ കപ്പലണ്ടി, പിന്നെ അതുപോലെ കുറച്ച് നമ്മുടെ പുളി, അതെല്ലാം കൂടെ ഉള്ള ഒരു ഇതാണ്.
ഇതും വലുതായിട്ട് മധുരമൊന്നും എരിവൊന്നും ഇല്ലാത്തൊരു ഒരു ഡിഷാട്ടോ. ഇത് പൊതുവെ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ കഴിക്കാനുള്ള നൂഡിൽസ് ഒക്കെ പോലെ തന്നെ കേട്ടോ. അതിന്റെ മുകളിൽ ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ വാഴയുടെ കൂമ്പാണെന്ന് തോന്നുന്നു. വാഴയുടെ പൂവുണ്ടല്ലോ, അത് വാഴ കൂമ്പല്ല, അതിന്റെ പൂവാണെന്ന് തോന്നുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് നല്ലായിരുന്നു. പക്ഷേ ഇത് അത്രയും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരുമാതിരി വയറ് ഫുള്ളാവും കേട്ടോ. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് കഴിക്കാനും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ നല്ലായിരുന്നു കേട്ടോ അത്. ഇനിയാണ് നമ്മൾ കാത്തുകാത്തിരുന്ന മാംഗോ സ്റ്റിക്കി റൈസ് വന്നത്. എനിക്ക് ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പം നല്ലതാവോ ഇല്ലയോ, ചിലപ്പോൾ ഇവിടുത്തെ നല്ലതല്ല, നമ്മൾ വേറെടുത്ത് നല്ലതായിരിക്കും, അവ ഇതെങ്ങനെ ഇരിക്കും എന്നൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ്. ഇവിടുത്തെ റൈസ് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള റൈസാണ്, തായ് റൈസ്. അതിലവർ ഈ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് മധുരം, ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട് കേട്ടോ. പിന്നെ അതിന് മുകളിൽ അവർ ചെറുതായിട്ട് നമ്മുടെ പരിപ്പുണ്ടല്ലോ, പരിപ്പ് വറുത്തിട്ട് അതിങ്ങനെ ഇടും. അപ്പൊ കടിക്കാനും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് മാങ്ങയുടെ കൂടെ കൂട്ടി നമ്മൾ കഴിക്കണം കേട്ടോ. ഇത് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്വീറ്റ്നെസ്സേ ഉള്ളൂ, ഭയങ്കര സ്വീറ്റ് ഒന്നും അല്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്വീറ്റാണ്. അപ്പൊ ഈ സ്വീറ്റും കൂടെ കഴിച്ച് നമ്മൾ നമ്മുടെ ആ ഫുൾ ഡിന്നറും തീർത്തു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ എരി വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തായ് ഫുഡ് എല്ലാം അങ്ങനെയാണ്. നമ്മൾ ടിപ്പിക്കൽ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവിടുത്തെ ഫുഡ് എങ്ങനെയാണോ അതുപോലല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ല നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ എനിക്ക് പേഴ്സണലി കുറെ ഇഷ്ടപ്പെട്ടു. ആ ഒരു സൂപ്പ് മാത്രം അത്ര എനിക്ക് പിടിച്ചില്ല. ബാക്കി എല്ലാ ഐറ്റംസും നല്ലതായിരുന്നു കേട്ടോ. അപ്പം ഇപ്പൊ എനിക്ക് ഒരു സൗത്ത് ഇന്ത്യൻ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യമായിട്ടൊരു തായ് റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ഈ ഡിഷൊക്കെ നിങ്ങൾ നോക്കണം. എന്തായാലും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാട്ടോ. ഈ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരുപാട് ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ തായ് റെസ്റ്റോറൻറ്റിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് അവർ കൂടുതലും തടികളിലുള്ള കുറേ ശില്പങ്ങളൊക്കെ ഒരുപാട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ആ റെസ്റ്റോറൻറ്റിൽ കൂടുതലും ആൾക്കാരെക്കാളിൽ കൂടുതൽ ഇതുപോലുള്ള കുറേ ഫർണിച്ചേഴ്സ് ആയിരുന്നു ഞാൻ കണ്ടത് കേട്ടോ. ദേവുന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം അവൾ അങ്ങനെ കുറേ ഫർണിച്ചർ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഫർണിച്ചർ നിന്ന് ഈ കാർവ് ചെയ്ത ഫർണിച്ചറൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര രസമുണ്ട് കണ്ടോ. ഇതൊക്കെ ആ തടിയിൽ ഇങ്ങനെ കൊത്തിയെടുത്ത സാധനങ്ങളായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ദേവുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു വഴി എന്താണെന്നറിയാം, അവിടുത്തെ റെസ്റ്റ് റൂമിലോട്ട് പോകുന്ന ഒരു വഴിയായിരുന്നേ. അവിടെ കണ്ടോ ഇതേപോലെ കണ്ണാടി അതിന്റെ ആ കണ്ണാടിക്ക് ചുറ്റുമുള്ള ആ ഒരു അലങ്കാരമൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ദൈവം എല്ലാത്തിലും നല്ലോണം വലിഞ്ഞു കയറുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞ് താഴെ ഇറക്കുമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് എന്ത് രസം. ഒരു കാടാണ്. ആ കാട് മുഴുവൻ ആ ഒരു തടിയിൽ ഇങ്ങനെ കൊത്തി വെച്ചേക്കായിരുന്നു. പിന്നെ അതുപോലെ ബുദ്ധന്റെ കുറെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആ റെസ്റ്റ് റൂമിലോട്ട് കയറുന്ന ആ ഒരു കണ്ണാടിയായിരുന്നു. അവിടെ കുറെ ചെടികള്, പിന്നെ രണ്ട് സൈഡിൽ കണ്ടോ ഒരു പീക്കോക്കൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അതെല്ലാം കുറേ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ച് പാടാട്ടോ. കാരണം ഇത്രയും ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ ഓരോന്ന് കാർവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പൊടി വരാനും ഭയങ്കര സാധ്യത കൂടുതലാണ്. പക്ഷെ അതെല്ലാം അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് ഒരു പൊടി പോലും അവിടെ ഇല്ലായിരുന്നു. നല്ല പോലെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കാണാൻ എന്താന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായിട്ട് എല്ലാം ഫർണിച്ചർ കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയപ്പോഴാണ് നമ്മുടെ ഗണപതിയുടെ കണ്ടത് കേട്ടോ. ഞാൻ വിചാരിക്കും ചെയ്യും തായ് റെസ്റ്റോറൻറ്റ് എങ്ങനെ ഗണപതി വന്നു എന്നുള്ളത് എൻ്റെ ഭയങ്കര ഡൗട്ടാണ്. അതെന്താ അതൊക്കെ വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഓരോ ചിലത് അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചില ഇതുപോലത്തെ ബിംബങ്ങളൊക്കെ അതിലവർ വില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിലയാണ് കേട്ടോ. ഞാൻ 1-2 എണ്ണം കണ്ടു. $2000, $1000, അങ്ങനെ നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ, നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് ഇതൊക്കെ കണ്ടാൽ മതിയല്ലോ.
അപ്പൊ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അവരതെല്ലാം ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് അവരുടെ ആ ഒരു എന്താ പറയുന്നേ, തായ് ഗോഡ് അങ്ങനത്തെ ബിംബങ്ങളായിരുന്നു കൂടുതലും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മള് രഥമൊക്കെ കാണത്തില്ല, അതുപോലെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇതേപോലെ അവിടെ ഉണ്ടായിരുന്നു. നല്ല വൃത്തിയായിരുന്നു കേട്ടോ. ആ ഓരോ സംഭവങ്ങൾക്കിടയ്ക്കും ഒന്നും പൊടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലതായിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയി കേട്ടോ. ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വന്ന സമയം. അപ്പൊ നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. ഞാൻ എൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഹസ്ബൻഡും മോളും കൂടെ വെളിയിൽ പോയി അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അവൾക്കും നല്ല ഫുഡൊക്കെ കഴിച്ച് ഇതായി. അവൾ അധികം ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചാൽ അവൾക്ക് ചിക്കനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെങ്കില് ചില ഫുഡൊന്നും അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചിക്കന്, മാങ്ങ അങ്ങനത്തെ. പിന്നെ ആദ്യം നമ്മൾ സ്റ്റാർട്ടറിൽ വന്നിട്ടുള്ള ഫുഡൊക്കെ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ മൊത്തത്തില് ആനിവേഴ്സറി അടിച്ചു പൊളിച്ചു. ചെറിയൊരു വ്ലോഗായിരുന്നു കേട്ടോ, ഒത്തിരി ഒന്നും ഇല്ല. ഒരു ചെറിയ ആനിവേഴ്സറിയിൽ ഒരു സന്തോഷം, ഒരു ഡിന്നറിന് വേണ്ടി പോയി, അത്രേ ഉള്ളൂ. ചെറിയ വ്ലോഗാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് എങ്ങനെയും കമന്റിലോ ഒക്കെ പറയണം കേട്ടോ. ലൈക്കായിട്ടോ കമന്റായിട്ടോ ഒക്കെ പറയണം കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു വ്ലോഗിൽ കാണാമേ. താങ്ക് യു.